യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും പ്രതിലോമകരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം ഉണ്ടാകില്ല. അതായത് നീണ്ട പോരാട്ടത്തിന് ശേഷം ഇന്ത്യയിലെ തൊഴിലാളികൾ, കോടാനുകൂടി തൊഴിലാളികൾ നേടിയെടുത്ത ഒരു അവകാശത്തെ ഇല്ലാതാക്കുകയാണ്. തൊഴിലുറപ്പ് എന്നുള്ളൊരു അവകാശമായിട്ടാണ് യഥാർത്ഥത്തിൽ അംഗീകരിച്ചിരിക്കുന്നത്. അത് പ്രകാരമാണ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഈ സ്കീം വന്നത്. ഇപ്പോൾ രാമനെ കൊണ്ടുവന്ന് മഹാത്മാഗാന്ധിയെ രണ്ടാമത് വധിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് മേൽ 50,000 കോടി രൂപയുടെ അധിക ബാധ്യത ചുമത്തുകയാണ്. കേരളത്തിന് മാത്രം 2,000 കോടിക്ക് മേലുള്ള ബാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ വിഭവ ദൗർബല്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാത്രമല്ല, ഇതിൻ്റെ വ്യവസ്ഥ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബില്ലിലെ സംഭവം എന്ന് പറഞ്ഞാൽ അവകാശത്തെ ഒരു ഔദാര്യമാക്കി മാറ്റുന്നുള്ളതാണ്. മാത്രമല്ല, ഇതൊരു സീലിംഗ് വെച്ചിരിക്കുകയാണ്. അതായത് ഗവൺമെൻറ് അലോക്കേറ്റ് ചെയ്യുന്ന പണത്തിൻ്റെ അനുസരിച്ച് മാത്രമേ നിങ്ങളുടെ അവകാശം നിഷ്കർഷിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവകാശമല്ല, ഞങ്ങളൊരു പണം വെക്കും, ആ പണത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ആ ജോലി കഴിഞ്ഞാൽ, ആ പണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ 60 ദിവസം ഈ സ്കീം സസ്പെൻഡ് ചെയ്യാണ്, 1 വർഷം. എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ നാടുവാഴികൾക്ക് വേണ്ടിയിട്ട് കർഷക തൊഴിലാളികളെ വളരെ തുച്ഛമായ വേതനത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിപാടി സസ്പെൻഡ് ചെയ്യും. സസ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് എങ്ങോട്ട് പോകാനില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ചെറിയ തുച്ഛമായ നിരക്കിൽ ഈ നാടുവാഴികളുടെ പക്കലേക്ക് പോകും. അങ്ങനെ ഏത് വ്യവസ്ഥ പരിശോധിച്ചാലും പ്രതിലോമകരവും തൊഴിലാളി വിരുദ്ധവുമായിട്ടുള്ള ഒരു ബില്ലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയെ രാമനെ വെച്ച് യഥാർത്ഥത്തിൽ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഹീനകർമ്മം കൂടിയുണ്ട്. ഗാന്ധിജിയുടെ അവസാന ശ്വാസത്തിൽ പോലും ഉച്ചരിച്ചൊരു വാക്ക് രാം എന്നുള്ളതാണ്. രാമൻ ഒരിക്കലും ഗാന്ധിയുടെ പേരിലുള്ളൊരു സ്കീം ഇല്ലാതാകാൻ ആഗ്രഹിക്കില്ല. ഈ നിയമവിരുദ്ധ ബില്ല് എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇടതുപക്ഷം ഇത് സംബന്ധിച്ചുള്ള പ്രക്ഷോഭപാതയിലേക്ക് പ്രവേശിക്കുന്നു. അതേപോലെ തന്നെ JPC വിടണം, അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉന്നയിക്കും. ഇത് യഥാർത്ഥത്തിൽ ഈ ബില്ല് പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ബില്ല് ഒരു നിമിഷം പോലും യഥാർത്ഥത്തിൽ പാർലമെന്റ് തലത്ത് വരാൻ പാടില്ല. എന്നുവെച്ചാൽ കോടാനുകോടി വരുന്ന ഒരു ഇന്ത്യയിലെ തൊഴിലാളികളോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. ഇനി അഥവാ ഈ ബില്ലുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ബില്ലിൻ്റെ ഈ പറയുന്ന വിപരീത ഫലങ്ങളും വിപരീത തലങ്ങളും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു സംയുക്ത പാർലമെന്ററി സമിതിക്ക് എന്തായാലും പോകണം. പക്ഷേ ഞങ്ങളുടെ പ്രഥമ ആവശ്യം എന്ന് പറയുന്നത് ഈ ബില്ല് എത്രയും പെട്ടെന്ന് പിൻവലിക്കണം. 2001 മൻമോഹൻ സിംഗ് സർക്കാരിൽ ഇടതുപക്ഷം മുൻകൈയെടുത്ത് കൊണ്ടുവന്ന ബില്ലാണ്. ഒന്നാം UPA സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര എന്ന് പറയുന്ന തൊഴിൽ അവകാശമായി അംഗീകരിച്ച ഈ തൊഴിൽദാന പദ്ധതിയായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ ഇടപെടൽ കൊണ്ട് 5 സുപ്രധാനമായിട്ടുള്ള നടപടികളുണ്ടായി. ഒന്ന് ഈ തൊഴിൽദാന പദ്ധതി, പിന്നെ വിവരാവകാശം, പിന്നെ ഗിരിവർഗക്കാർക്ക്, ആദിവാസികൾക്കുള്ള ഭൂമിയുടെ അവകാശം, വിദ്യാഭ്യാസ അവകാശമാകുന്നു, ഭക്ഷ്യസുരക്ഷാ പദ്ധതി. അങ്ങനെ 5 സുപ്രധാന ഏടുകളിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു ഏടാണ് ഇല്ലാതാക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം.